പിറന്നാളിന് മുമ്പ് ആഡംബര ബൈക്ക് വാങ്ങി നൽകണം. 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വീട്ടിൽ യുവാവിൻ്റെ ആക്രമണം. പിതാവിൻ്റെ അടിയേറ്റ് യുവാവ് മരിച്ചു. ഒരാളുടെ മരണത്തിൽ ദുഃഖമുണ്ട്, എന്നാലും പറയാതെ വയ്യ. അതൊക്കെ ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. തന്തയുടെ ചെലവിൽ ഇപ്പോഴും ജീവിക്കാൻ നടക്കുക. ഉള്ള രീതിയിൽ ഉള്ള ഒരു കേക്ക് അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതിനുള്ള ചെറിയ ഗിഫ്റ്റുകൾ മേടിക്കാനുള്ള ഇവൻ കൂടുതൽ കിടന്ന ആക്രമണം കാണിച്ചതിനുള്ള ഫലമാണ് കിട്ടിയത്. എന്തോരം സഹിക്കാൻ ചിലർക്ക്. സഹിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. അത് മകനായാലും ശരി, അച്ഛനായാലും ശരി. അതുകൊണ്ടായിരിക്കും ആ തല്ലിക്കൊന്നത്. പക്ഷേ എന്നിരുന്നാലും കൂടി ഇതൊരു തെറ്റ് തന്നെയാണ്. എന്നിരുന്നാലും ഒരാളുടെ സാമ്പത്തിക സ്ഥിതി, അതായത് അവൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പെരുമാറുക, ജീവിക്കാൻ നോക്കുക. അല്ലാതെ അവരെ കാരണന്മാർ ഇത്രയൊക്കെ ചിലവ് ഇത്രയൊക്കെ വളർത്തിയില്ല. നല്ല പ്രായമുണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നു. സ്വന്തമായിട്ട് അധ്വാനിച്ചെങ്കിലും പേടിക്കാൻ നോക്കുക. അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ജീവിക്കാൻ നോക്കുക. അല്ലാതെ കാരണന്മാരായിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ബുദ്ധിമുട്ടിച്ചാൽ ചിലപ്പോൾ ആരും സഹിക്കില്ല. അധികം കണ്ടാൽ തന്നെ അറിയാം പുള്ളി എന്തോ ലഹരിക്ക് അടിമയായിരുന്നു. എല്ലാം വേണമെന്നാൽ വാശി പിടിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം പ്രായമായി ഒക്കെ കുറച്ച് ക്ഷമയോടെ കാത്തിരുന്ന ആഡംബര ബൈക്കൊക്കെ മേടിക്കുക. ഓക്കെ.